മുക്കത്തെ മാനവ സൗഹൃദത്തിന്റെ പ്രതീകമായി സ്ഥാപിച്ച സ്നേഹശില്പം അവഗണനയുടെ നടുവിൽ 2008 മുക്കം ടൗണിന്റെ ഹൃദയഭാഗത്ത് അഭിലാഷ് ജംഗ്ഷനിൽ സ്ഥാപിച്ച ഈ മനോഹര ശില്പം രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടും മാലിന്യം നിക്ഷേപിച്ചും വൃത്തിഹീനമായി കിടക്കുകയാണ്. കേരളപ്പിറവി സുവർണ ജൂബിലി ശില്പമായി മുക്കം ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഈ സ്നേഹശില്പം ഇന്ന് പഞ്ചായത്ത് അധികൃതർ പോലും മറന്ന അവസ്ഥയിലാണ്. മാനവ സൗഹൃദ ഗ്രാമമായി പ്രഖ്യാപിച്ചതിൻ്റെ പ്രതീകമായി മുക്കത്ത് സ്ഥാപിച്ച ശില്പത്തോട് പോലും സൗഹാർദ്ദമില്ലാത്തവരുടെ നടുവിലാണ് മുക്കത്തെ സ്നേഹശില്പം. 2003 മാനവ സൗഹൃദ ഗ്രാമമായി മുക്കത്തെ പ്രഖ്യാപിച്ചത്. ഇതിനെ തുടർന്ന് അന്നത്തെ മുക്കത്തെ പ്രബുദ്ധരായ ജനങ്ങളുടെ മനസ്സിൽ പിറവിയെടുത്ത ആശയമായിരുന്നു മുക്കത്തെ സ്നേഹശില്പം. ഇതിനായി അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ കല്യാണിക്കുട്ടിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുത്ത ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്നേഹശില്പം നിർമ്മിച്ചെടുത്തത്. സമാധാനത്തിൻ്റെ ചിഹ്നമായ വെള്ളരിപ്രാവിനെ കയ്യിലേന്തി 3 പേർ ചുമലിൽ കൈയിട്ട് നിൽക്കുന്ന ഈ ശില്പം നിർമ്മിച്ചത് ശില്പി RK പൊറ്റശ്ശേരിയാണ്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് NK അബ്ദുറഹിമാനാണ് ഈ ശില്പത്തിൻ്റെ ചിലവ് കാര്യമായി സ്പോൺസർ ചെയ്തിരുന്നത്. മുക്കം ഗ്രാമപഞ്ചായത്ത് കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരക ശില്പമായി 2008 മുക്കം അഭിലാഷ് ജംഗ്ഷനിലുള്ള മുനമ്പിൽ അന്നത്തെ MLA ജോർജ് M. തോമസ് ശില്പം നാടിന് സമർപ്പിച്ചത്. മുക്കം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ദൂരെ നിന്നുപോലും കാണുന്ന തരത്തിൽ ആ മനോഹര ശില്പം മുക്കത്തിൻ്റെ മാനവ സൗഹൃദത്തിൻ്റെ പ്രതിരൂപമായി തലയെടുപ്പോടെ നിലകൊണ്ടിരുന്നു കുറച്ചുകാലം. പക്ഷേ ഇന്ന് വലിയ വലിയ ബോർഡുകളുടെ മറവിൽപ്പെട്ടും മാലിന്യത്തിൽ കുളിച്ചും അനാഥമായി കിടക്കുകയാണ് ഈ സ്നേഹശില്പം. രാഷ്ട്രീയക്കാരുടെ താൻപോരിമ കാണിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന കൂറ്റൻ ഫ്ലക്സുകൾ ഈ ശില്പത്തിന് മുൻപിൽ നിന്ന് മാറാറേയില്ല. പുറമെ വലിയ സിനിമാ പോസ്റ്ററുകളും ഈ ശില്പത്തിൻ്റെ കാഴ്ച മറയ്ക്കുന്നു. ഇന്ന് മുക്കത്തെത്തുന്നവർക്ക് ഈ സ്നേഹശില്പം കാണാനേ കഴിയില്ല. ഈ ശില്പത്തിനരികിലായി ഒരു കൊച്ചു ബോർഡ് ജനകീയ കമ്മിറ്റിയും ഡ്രൈവേഴ്സ് യൂണിയനും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റു ബോർഡുകൾ സ്ഥാപിക്കരുതെന്നും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്നുമുള്ള ഈ ബോർഡിലെ വാചകങ്ങൾ പോലും മനസ്സിലാകാത്തവരാണ് നമ്മളെന്നറിയുമ്പോൾ അത് മുക്കത്തുകാർക്കൊന്നാകെ ലജ്ജാകരമാവും. അതിനാൽ ഏതാനും ചിലർ മുക്കത്തിൻ്റെ സ്നേഹശില്പത്തോട് കാണിക്കുന്ന ഈ അനാദരവിനെതിരെ ജനകീയ കൂട്ടായ്മ ഉണരേണ്ടതുണ്ട്. ഒപ്പം സ്നേഹശില്പം പരിപാലിക്കാൻ ചുമതലപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ നിസ്സംഗതയും മാറണം. CTV പ്രാദേശിക വാർത്ത, മുക്കം.